അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ തീവെട്ടിക്കൊള്ള ബി.ജെ.പിയെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിനെയും ദില്ലിയിലെ മോദി സർക്കാരിനെയും ഒന്നുപോലെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഈ പകൽക്കൊള്ള. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ക്ഷേത്രത്തിൽ എത്ര കോടിയുടെ തിരിമറി നടന്നു എന്ന് തിട്ടപ്പെടുത്താൻ പോലും അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അയോധ്യ പോലീസിലെ പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. 8 പ്രതികളാണ് കേസിലുള്ളത്. ട്രസ്റ്റ് ഭാരവാഹികളെല്ലാം കൊള്ള പുറത്തു വന്നതിന് പിന്നാലെ രാജിവെച്ച് തലയൂരിയിട്ടുണ്ട്. അവരെല്ലാം സംഘപരിവാറിന്റെ പ്രമുഖ നേതാക്കളാണ് എന്നത് ഈ കൊള്ളയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായ തെളിവുകളാണ് കേസിൽ ലഭിച്ചിരിക്കുന്നത്. അത് പ്രതികൾ സംഭാവന കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ്. 5 പ്രതികളുടെ ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. എന്നാൽ വെറും 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ. ഇത് വലിയ സംശയവും ഒപ്പം കേസന്വേഷണത്തിൽ ആശങ്കയും സൃഷ്ടിക്കുന്നു എന്നതിൽ തർക്കമില്ല. കാരണം ഈ കൊള്ള 45 ദിവസം കൊണ്ട് തുടങ്ങിയതല്ല. ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരുന്നതുപോലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതു മുതൽ അവിടുത്തെ വരുമാനം ഇക്കൂട്ടരെല്ലാം ചേർന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് കാണിക്കയെ ലഭിച്ച പണം കട്ടെടുത്ത പ്രതികൾ അതുപയോഗിച്ച് വീട് വയ്ക്കുകയും മറ്റു സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രക്കൊള്ളയിലെ അന്വേഷണം CBIക്ക് വിടാനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ. അതിനിടയിലാണ് നിർണായകമായ CCTV ദൃശ്യങ്ങൾ തെളിവായി ലഭിച്ചിരിക്കുന്നത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച BHP ഉപാധ്യക്ഷൻ കൂടിയായ ചമ്പത് റായ് ഇപ്പോഴും സുരക്ഷിതനായി കഴിയുകയാണ്. ഇയാളെ കേസിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യവുമായി അയോധ്യ ബാർ അസോസിയേഷൻ തന്നെ രംഗത്തെത്തുന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടയിലാണ് കേസിലെ മുഖ്യപ്രതിയും ചമ്പത് റായിയുടെ വിശ്വസ്തനുമായ ടിന്നു യാദവിന്റെ സഹോദരൻ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചമ്പത് റായിയുടെ സന്തത സഹചാരിയാണ് ടിന്നു യാദവ്. 20 വർഷമായി ഒപ്പമുള്ള ടിന്നു ചമ്പത് റായി അറിയാതെ 1 രൂപ പോലും മോഷ്ടിക്കില്ല. ചമ്പത് റായിയാണ് പണം തട്ടിയതെന്നും ടിന്നു യാദവിനെ ബലിയാടാക്കിയെന്നുമാണ് സഹോദരൻ ദിനേശ് യാദവ് പറയുന്നത്. എന്നാൽ ചമ്പത് റായിയെ കൈവിടില്ലെന്നാണ് BHPയുടെ നിലപാട്. ഉപാധ്യക്ഷ സ്ഥാനം ചമ്പത് റായി ഒഴിയേണ്ടതില്ലെന്നാണ് സംഘടന പറയുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച പണം കൊണ്ട് പ്രതികളിൽ ഒരാളായ ലവ് കുശ് മിശ്ര അയോധ്യയിൽ തന്നെ വീട് വെച്ച് കഴിഞ്ഞു. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായിരുന്ന ഇയാൾ ക്ഷേത്ര ജീവനക്കാരനായതിന് പിന്നാലെയാണ് 1 കോടി രൂപ മുടക്കി വീട് വെച്ചത്. ഭക്തിയുടെയും രാമന്റെയും പേര് പറഞ്ഞ അയോധ്യയിൽ ഒരുപക്ഷെ രാജ്യം തന്നെ കണ്ടതിൽ ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വിഷയത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി KC വേണുഗോപാൽ പ്രധാനമന്ത്രിക്ക് കത്തുമെഴുതി. എന്നാൽ അത് പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. CBI അന്വേഷണത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച ട്രസ്റ്റിനെതിരായ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത് കണക്കായിരിക്കുമെന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും രാമക്ഷേത്രക്കൊള്ള BJPക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചെറുതല്ല. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ തിങ്കളാഴ്ച ക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം നടക്കുകയാണ്. അതിനു മുന്നോടിയായി ട്രസ്റ്റ് പുനഃസംഘടിപ്പിച്ച് കൂടുതൽ ആത്മീയ നേതാക്കളെ ഉൾപ്പെടുത്താനാണ് നീക്കം. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയും RSS നേതൃത്വവും തിരക്കിട്ട ചർച്ചയിലാണ്. ക്ഷേത്രക്കൊള്ളയിൽ ഇതുവരെ BJP നേതൃത്വം എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടില്ല. ഇത് അവരുടെ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടുന്നത്. രാജ്യത്തെ ക്ഷേത്രങ്ങളുടെ എല്ലാം മേൽനോട്ടം തങ്ങൾക്കെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ് BJP എതിരെ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചാൽ ഉടനെ തെരുവിലിറങ്ങുന്നവരാണ് BJPയും സംഘപരിവാർ സംഘടനകളും. കേരളത്തിൽ ഉൾപ്പെടെ നാം അത് പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. എന്നാൽ തങ്ങളുടെ തന്നെ നേതാക്കളും അണികളും നടത്തിയ രാമക്ഷേത്രത്തിലെ കൊള്ളയിൽ സംഘപരിവാർ സംഘടനകളുടെ രോഷം കാണാനേയില്ല. രാമന്റെ പേരിൽ വോട്ട് പിടിച്ച് അധികാരത്തിലെത്തിയ BJPക്ക് അതേ രാമൻ തന്നെ അന്തകനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്.